ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു യാത്ര എൻ്റെ വീട്ടിലേക്ക് നിലമ്പൂർ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എൻ്റെ യാത്ര. അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അമ്മ കുറേ ദിവസമായി വിളിക്കുന്നു. ദിവസമല്ല, കുറച്ച് 2 മാസത്തോളമായി അമ്മേനെ കാണാൻ പോയിട്ട് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ എനിക്ക് ഈ ബസ്സിലുണ്ടായ ഒരു മനസ്സിന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ച ഒരു സംഭവം നടന്നു. അതുകൊണ്ട് അത് പറയാൻ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാം. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ഞാൻ പറയുന്നതും കൂടി ഒന്ന് കേൾക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ കയറി. എന്താ പറയുക, വാലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം ഒരമ്മയും മോളും അതിൽ കയറിയിട്ടോ, ബസ്സിൽ കയറി. അപ്പം ബസ്സിൽ കയറി എൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിലിരുന്നു അവർ. അപ്പോൾ ആ കുട്ടി കയറി വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓവറായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സൈസ് ഒരു ഇതായിട്ടാണ് ആ കുട്ടി വന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ ആണല്ലോ, നമുക്ക് അതിനൊന്നും പറയാം, ജീൻസ്, ടൈറ്റ് ജീൻസ് ഇട്ട് ഇപ്പോൾ വയറ് കാണിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു വിഷയമല്ലാത്ത സംഭവം. അങ്ങനെയുള്ളൊരു ടോപ്പ് ഇട്ടിട്ടാണ് ആ കുട്ടി വന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഓവറായിട്ടെന്ന് പറഞ്ഞാൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഓവറായിട്ടുള്ള മേക്കപ്പ്. അപ്പം എന്തായാലും ആ കുട്ടീനെ ആരും ഒന്ന് നോക്കിപ്പോവും, അങ്ങനത്തെ മേക്കപ്പായിട്ടാണ് ആ കുട്ടി വന്നത്. അങ്ങനെ ആ കുട്ടി വന്ന് പിന്നെ ബസ്സിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ ആ കോൾ വന്നപ്പോൾ ഈ അമ്മ അതെടുത്തു. ഫോൺ എടുത്തപ്പം അതിനെ നീക്കിയിട്ട് കിട്ടുന്നില്ല. കോൾ എടുക്കാൻ വലിയ ഫോണാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ട് കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. അതിനെ അറിയുന്നില്ല, അത് തോണ്ടിയിട്ട് പോകുന്നില്ല. അവസാനം കുറേ നേരം തോണ്ടി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് തട്ടിപ്പറിച്ചും കൂടി വാങ്ങി, പിടിച്ചു പറിച്ചും കൂടി വാങ്ങിയിട്ട് ആ പെണ്ണ് കോൾ എടുത്തിട്ട് ആ പെണ്ണ് ചെവിയിൽ ആ പെണ്ണ് തന്നെ പറയട്ടെ, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി പോയി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ചെവിയിൽ വെച്ചിട്ട് എന്തോ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന് അപ്പുറത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും അമ്മേൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നോ എന്തോ പറഞ്ഞുകൊണ്ടായിരിക്കും അവൾ വേണമെങ്കിൽ ഫോൺ അമ്മേൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ അമ്മ സംസാരിക്കുന്നത് അതാണ് വിഷയം. എന്താ വെച്ചാൽ അമ്മ സംസാരിക്കുന്നത് കുറച്ച് ഉറക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് പല പ്രാവശ്യം ഞാൻ ബസ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി വയസ്സായത് ഈ അമ്മയ്ക്ക് ഒരു 70-70 വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ഉറക്കെ സംസാരിക്കും. അത് അവർക്കൊരു ചിലപ്പോൾ ചെവി കേൾക്കാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഉള്ള ഇപ്പോൾ അടുത്തിരിക്കുന്നവർ കേൾക്കും, അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഉറക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഉറക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഈ ഷോൾഡർ വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. പതുക്കെ പറയുന്ന അങ്ങോട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അമ്മ ഒന്നും മൈൻഡില്ല, അമ്മ അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, അവരുടെ ഭാഷയാണെങ്കിൽ ഒരു പ്രത്യേക തരം ഭാഷ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവസാനം ഈ കുട്ടി പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ഫോണും കൂടി തട്ടിപ്പറിച്ചും കൂടി വാങ്ങിയിട്ട് ആ കുട്ടി പറഞ്ഞ് മറ്റേ അപ്പുറത്തുള്ള അവരോട് പറഞ്ഞ് കട്ടാക്കിക്കോ, എന്നാൽ ശരി വെച്ചോ എന്ന് പറഞ്ഞു. അതിൽ വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ആ കുട്ടീൻ്റെ അടുത്ത് ആ ഫോണും കൂടി പിടിച്ച് വാങ്ങിയിട്ട് അപ്പോൾ അത് ചോദിച്ചു, എന്തിനാ നീ വയ്ക്കാൻ പറഞ്ഞത്, ഞാൻ പിന്നെ ആരാ എന്തിനാ വെച്ചത്, എന്തൊക്കെ അതിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അതിനോട് ഭയങ്കരമായിട്ട് മുഖമൊക്കെ ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ അതിനോട് സംസാരിക്കുന്നു കേട്ടോ. അതിനെ എന്തൊക്കെയോ ഇങ്ങനെ തട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു, അതിനോട് ദേഷ്യം പിടിച്ചിട്ട് വേഗം അതിൻ്റെ അടുത്ത് എണീറ്റ് പോയിട്ട് അപ്പുറത്തെ ഡ്രൈവർ നേരെ ഇപ്പുറത്തുള്ള സീറ്റിൽ പോയി ഇരുന്നു കേട്ടോ. അത് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പം ഈ അമ്മ എന്ത് ചെയ്തു, പിന്നെ ഫോൺ ഓൺ ചെയ്തിട്ട് പിന്നെ അവരെ വിളിക്കണം, കാര്യങ്ങളെന്തോ പറയാനുണ്ടാവും, അത് തീർന്നില്ല. അപ്പോൾ ആ അമ്മ അതിനെ വിളിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയായിട്ടും കിട്ടുന്നില്ല. അതിരുന്ന സീറ്റിൽ നിന്ന് ആ കുട്ടീനെ വിളിക്കുകയാണ് ഉറക്കെ. എന്താ കുഞ്ഞാളേന്ന് എന്താണ് വീട്ടിൽ വിളിക്കുന്ന പേരാണ്, കുഞ്ഞാളേന്ന് വിളിച്ച് ഈ കുട്ടി ഇത് നോക്കിയിട്ട് ഇവളെ വിളിക്കുന്നുണ്ട്. കുട്ടി മൈൻഡ് ചെയ്തില്ല കേട്ടോ. കുട്ടി അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഇത് ഉറക്കം, അത് വിളി കേൾക്കാത്തതിന് പിന്നെ ഈ അമ്മ കുറച്ചുകൂടി ഉറക്കെ വിളിച്ചു. അപ്പോൾ ബസ്സിലുള്ള ആൾക്കാർ ഓൾറെഡി നമുക്കറിയാമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകും. അങ്ങനെ മുമ്പിലിരിക്കുന്നവരൊക്കെ ബാക്കോട്ട് നോക്കി. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ചമ്മലായി പോയിട്ടു. അപ്പോൾ ഈ കുട്ടി വേഗം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് വന്നിട്ട് ഈ തള്ളേൻ്റെ എന്താ പറയുക, കൈയുടെ ഇതുകൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ എന്താ പറയുക, എനിക്ക് ആ കാഴ്ച എനിക്ക് മനസ്സിലായി. അതിൻ്റെ അമ്മയുടെ തലക്കിട്ട് ഇങ്ങനെ ഒരു മേട്ടം പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അത്രയും ആൾക്കാരിടേന്ന് അങ്ങനെ അങ്ങ് കൊടുത്തിട്ട് അത് വേഗം ഫോൺ ഇങ്ങോട്ട് അതിൻ്റെ കയ്യിൽ കൊടുത്തു. എന്താ കാണിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഉദ്ദേശിച്ച് അതിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഈ പെണ്ണ് അങ്ങോട്ട് പോയി വീണ്ടും അവിടെ തന്നെ പോയിരുന്നു കേട്ടോ. ഈ അമ്മ എന്തോ പോലെ ആയിപ്പോയി. എന്താ വെച്ചാൽ ഇത്ര വിവരമില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെന്തോ ഭയങ്കരമായിട്ട് നാണക്കേടായിപ്പോയിട്ടോ. അത് കണ്ടിട്ട് എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് ആ പെണ്ണിനെ അപ്പം എനിക്ക് അതിന് മോന്തയ്ക്ക് നല്ല വെച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് സങ്കടമായിപ്പോയി ഒരു അമ്മയുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതറിയോ, ഇത് ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് പറയണം, ഒരിക്കലും മറ്റുള്ള കുട്ടികളോടും കൂടി പറയുകയാണ്, ഒരിക്കലും നമ്മളെ അമ്മമാരെ ആണെങ്കിലും അച്ഛന്മാരെ ആയാലും
നമ്മൾ വീട്ടിൽ നിന്ന് അവർ തെറ്റ് കാണിക്കുമ്പോൾ നമുക്ക് പറയാം. അവർ വയസ്സായി വരുന്നവർ അവർക്ക് സ്വഭാവങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് അവരോട് പറയാം, അമ്മ അങ്ങനെ ചെയ്യരുതല്ല, അച്ഛൻ അങ്ങനെ ചെയ്താൽ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിന് പകരം നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്, ഒരിക്കലും സംസാരിക്കരുത്. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് വിഷമം തട്ടും അത് മനസ്സിന്. അപ്പോൾ നിങ്ങളത്രയും വിദ്യാഭ്യാസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരാ പഠിച്ചു വന്നാൽ അല്ല അവർ ജീവിച്ചു വന്ന അതിലാണ് അവർ പോകുന്നത്. അപ്പോൾ അത് മാറ്റി കൊടുക്കണം നമ്മളാണ്. പക്ഷേ അത് വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുക, വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിത് പറയാൻ മാത്രമായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ.